അല്ലെങ്കിൽ ആ കാഴ്ചയാണ് കാണുന്നത്. ശരി, നമുക്ക് ആന്റണി ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ നോക്കാം. UDF-ന് വളരെ വലിയൊരു വിജയം അവർ പ്രവചിച്ചിരുന്നു. ഇപ്പോൾ 13 എന്ന കണക്കിൽ UDF നിൽക്കുന്നു, LDF 6 എന്ന നിലയിൽ നിൽക്കുന്നു. LDF-നാണെങ്കിൽ 2-3 സീറ്റുകൾ അല്ലെ, കൈവിരൽ ഒന്നും ആവശ്യമില്ല. അത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം തൃശ്ശൂരിൽ നടക്കുന്നു. സുരേഷ് ഗോപി 3108 വോട്ടുകൾക്ക് 3018 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുന്നിടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അജിംഷാദ് കാണേണ്ടത്, നമ്മൾ ആലപ്പുഴയിൽ BJP-യുടെ ട്രെൻഡ് കണ്ടു. അവർ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഒരു ഉയർച്ച കണ്ടു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഉയർച്ച അത് സ്റ്റേബിൾ ആവുമോ എന്നുള്ളതാണ്. സമയം വൈകിയുള്ള ഉയർച്ചയാണ്. ഇനിയുള്ള ഉയർച്ചകൾക്ക് ചില സ്ഥായി ഭാവങ്ങളുണ്ട്. തന്നെ ഏറ്റവും പുതുതായി പറയാനുള്ളത് കോട്ടയത്ത് തോമസ് ചാഴികാടൻ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ്. ആദ്യമായാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു മുന്നേറ്റം അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്നതെന്ന് പറയുന്നു. LDF-ന് ഒരു ചെറിയൊരു മേൽക്കൈ ലഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി അവിടെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു മാറ്റം കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് തോമസ് ചാഴികാടൻ ഇപ്പോൾ അല്പം മേൽക്കൈ നേടിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂർ പാലക്കാട് ജില്ലകളിൽ ലോക്സഭാ